മാസപ്പടി കേസിൽ വീണ വിജയന് പ്രതിരോധം ഒരുക്കാൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വരുന്നു. കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിശദീകരണ യോഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. വീണ വിജയന്റെ ഹവാല ബന്ധങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പാർട്ടി വീണ്ടും പ്രതിരോധം ഒരുക്കുന്നത്. വിവരങ്ങളുമായി അനഘ ശരിയാണ്. അനഘ, ഈ അന്വേഷണം വീണയിൽ ഒതുങ്ങുന്നതല്ലാതെ മുൻമന്ത്രി മുഹമ്മദ് റിയാസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിലേക്കൊക്കെ തന്നെ ആ അന്വേഷണം നീളുകയാണ്. വീണ്ടും CPM പ്രതിക്കൂട്ടിലായതുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രതിരോധത്തിന് MV ഗോവിന്ദൻ തയ്യാറെടുക്കുന്നത്? അതോ വീണയെ സംബന്ധിച്ചിടത്തോളം വീണ എന്ന വ്യക്തിക്ക് CPMവുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. വീണയുടെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്ന ചില ഇടപാടുകളൊപ്പം തന്നെ ഭർത്താവ് മന്ത്രിയായിരുന്നപ്പോൾ നടന്ന ചില ഇടപാടുകളിലൊക്കെയാണ് ചില സംശയങ്ങൾ ബലപ്പെടുന്നത്. അപ്പോൾ വീണയ്ക്ക് എന്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ CPM പ്രതിരോധം തീർക്കാൻ പോകുന്നത്? നോക്കൂ രാഖി, കഴിഞ്ഞ ഈ വീണ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഈ CPMനകത്ത് നിന്ന് തന്നെ അണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. CPM പാർട്ടി പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ വിശദീകരണ യോഗവുമായി CPM രംഗത്ത് വരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് 4 മണിക്ക് മുതലക്കുളത്ത് ഇത്തരത്തിൽ CPMന്റെ നേതൃത്വത്തിൽ അണികളെ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് ഒരു വിശദീകരണ യോഗം നടത്തുന്നത്. ഈ വിശദീകരണ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാവുക ഈ മാസപ്പടി കേസായിരിക്കും. ഈ മാസപ്പടി കേസിൽ എങ്ങനെയൊക്കെ ഈ മുൻമന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിനെയും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണ വിജയനെയും ഒക്കെ ഏത് രീതിയിലൊക്കെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ളതായിരിക്കും ആ വിശദീകരണ യോഗത്തിൽ തീർച്ചയായും ഇന്ന് നടക്കുക. അതിനുവേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വിശദീകരണ യോഗം CPM നടത്തുക. കഴിഞ്ഞ ദിവസം CPMന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് തന്നെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഹമ്മദ് റിയാസും അതുപോലെ ED റെയ്ഡ് നടന്നപ്പോൾ 10 മണിക്കൂറോളം ED റെയ്ഡ് നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള DYFI നേതാവായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള നിഖിൽ കൂടി ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. നിഖിലിനോട് ഈ മാസപ്പടി കേസുമായും വീണ വിജയനുമായി ഏതൊക്കെ തരത്തിൽ ബന്ധമുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങളും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പൊരിക്കലും ഇത്തരത്തിൽ CPMന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ED റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് CPM രംഗത്ത് വരുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയല്ല. മുഹമ്മദ് റിയാസിനെതിരെ CPMനകത്ത് തന്നെ ഒരു വിഭാഗം വലിയ രീതിയിൽ പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മാസപ്പടി കേസിൽ വീണ വിജയനും അതുപോലെ മുൻമന്ത്രിയായിരുന്ന നിലവിൽ ബേപ്പൂർ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസിലേക്ക് കൂടി കുരുക്ക് മുറുകുന്നു എന്നുള്ളതിലേക്ക് എത്തുമ്പോഴാണ് ഏത് വിധേനയും പാർട്ടിയുടെയും അതുപോലെ CPMന്റെയും ഒക്കെ മുഖം രക്ഷിക്കാനുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അണികളെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു വിശദീകരണ യോഗത്തിലേക്ക് CPM കടക്കുന്നത്. ശരി അനഘ, എന്തായാലും മാസപ്പടി കേസിൽ വീണ വിജയന് പ്രതിരോധം ഒരുക്കാൻ വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വരുന്നു. കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ട് 4 മണിക്കൊരു വിശദീകരണ യോഗം തന്നെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്തത്.